എന്താ അമ്മ പ്രശ്നം? ആരൊന്നും പറയുന്നില്ല. സാധാരണ അച്ഛമ്മ പറയുന്നതാ. ഇതിപ്പോ അച്ഛമ്മയും പറയുന്നത് അച്ഛമ്മ കുറച്ചേരം ഒറ്റയ്ക്കിരിക്കട്ടെ എന്നാ. വാണിയമ്മേ, ഇവിടുത്തെ എല്ലാവർക്കും എന്താ പറ്റിയേ? വാണിയമ്മ എന്തിനാ കഴിയുന്നേ? ഒന്നുമില്ല മോളെ. വാണിയമ്മ, അമ്മ കരയാതെ കാര്യം പറഞ്ഞേ. കരയാൻ മാത്രമേ പറ്റൂ. ബാദർന്ന് മക്കളോട് പറയാൻ പറ്റാത്ത കാര്യല്ലേ ചെയ്തു വെച്ചേക്കുന്നേ. ദേവു, നീ വന്നേ. ഞാൻ കുറച്ച് സമയം വാണിയമ്മേന്റെ അടുത്ത് ഇരുന്നിട്ടേ വരുന്നുള്ളൂ. അമ്മ ചോദിക്കൂ. ഡീ, നീ സ്ത്രീയുടെ ബന്ധുവെന്ന് പുറത്ത് പറയുന്നല്ലോ നാണക്കടാ. അപ്പോഴാണ് ഇനി അടുത്തും കൂടി ഇരിക്കുന്നത്. എന്റെ അമ്മ അടുത്ത് എന്താ കുഴപ്പം? അയ്യോ, ഒരു കുഴപ്പമില്ല, മക്കളിരുന്നോ. പക്ഷെ ഞാൻ എന്റെ മോള് ഇരിക്കുന്നില്ല, അത്രേ ഉള്ളൂ. കുഞ്ഞമ്മ എന്തിനാ എപ്പോഴും എന്റെ അമ്മ കുറ്റം പറയുന്നേ? അതെപ്പോഴും കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ലാട്ടാ. ആ, അത് തന്നെ. There's a limit for everything. നീയൊക്കെ ഇതല്ല, ഇതിനപ്പുറം പറയും. നീ ഇരിക്കുന്നതിന്റെ ചോര. എന്തേ, കുഞ്ഞമ്മയ്ക്ക് സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല. പക്ഷെ വേറെ ചില കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും സംശയമുണ്ട്. അതുകൊണ്ട് മക്കൾ അധികം കിടന്ന് നെകളിക്കണ്ട, കേട്ടല്ലോ. ഇതുപോലെ പണ്ട് നിരത്തൊന്നും ആയിരുന്നില്ല നിങ്ങളുടെ അമ്മ. ഇപ്പൊ കണ്ടില്ലേ, വാ പോലും തുറക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. കർമ്മ എന്ന് പറയും. അത് കറങ്ങി തിരിഞ്ഞ് സ്വന്തം നെഞ്ഞത്തിന് വരും. അത് തന്നെ എനിക്കും കുഞ്ഞമ്മയോട് പറയാനുള്ളേ. ഈ കർമ്മേ എല്ലാവർക്കും ബാധകമാ. അത് കറങ്ങി തിരിഞ്ഞ് വരാതെ നോക്കിക്കോ. ആ, വരട്ടെ, അപ്പൊ നോക്കാം. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഇതുപോലത്തെ നാണം കെട്ട കർമ്മയൊന്നും എനിക്ക് വരില്ല. കുഞ്ഞമ്മ ദേവനെ വിളിക്കാൻ വന്നല്ലേ? വിളിച്ചോണ്ട് പോ. ഡീ, നീ വന്നേ. അറിയാതെ പോലും പറഞ്ഞേക്കല്ലേ ഇവർ നിന്റെ വല്യമ്മയാന്ന്. വാങ്ങോട്ട്. ഇനി പറ അമ്മ, എന്താ പ്രശ്നം? അമ്മയ്ക്ക് കുറച്ച് സമയം തരൂ. കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. അച്ഛാ, എന്താ ദേവു? ഇവിടെ എന്താ അച്ഛാ പ്രശ്നം? വാണിയമ്മ ഒരേ കരച്ചില്. വാണിയമ്മേന്റെ അടുത്ത് സംസാരിക്കരുത്, വാണിയമ്മേന്റെ ഒരു ബന്ധുവാണെന്ന് പോലും പറയരുത് എന്നാ അമ്മ പറഞ്ഞത്. അതെന്താ അച്ഛാ അങ്ങനെ? ഇതൊരു വീടല്ലേ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതെനിക്ക് ചെറിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല, വലിയ പ്രശ്ന. എന്താ അച്ഛാ പ്രശ്നം? പറ. എന്തേ നാവിറങ്ങിപ്പോയാ? മോളെ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്ക് നിങ്ങളുടെ ഏട്ടത്തിയമ്മയുടെ മഹത്വം. നീ ഒന്നും മിണ്ടാതിരുന്ന അഞ്ജു. നീ ഏട്ടനും പറയണതൊന്നല്ല സത്യം. ഏട്ടത്തി എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ പാവ, വായിൽ വിരലിട്ടാ പോലും കടിക്കാത്ത കുഞ്ഞി. ഒരു കാര്യം ഞാൻ പറയാം, ഇനി അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കോ എന്റെ മുന്നിൽ നിന്ന് അവർ നല്ലതാന്ന് പറയോ ചെയ്ത എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. നീ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തി എനിക്ക് നല്ല വിശ്വാസം. കെട്ടിയോനില്ല വിശ്വാസം, ഉന്നാരനിയനാ വിശ്വാസം. അവര് കൈവശം തന്നത് നിങ്ങൾക്കാണ്. നേരത്തെ അമ്മക്ക് കൊടുത്തിരുന്നു, പക്ഷെ വർക്കൗട്ടായില്ല. എന്നാ നിങ്ങൾക്ക് വർക്കൗട്ടായി. ഏട്ടത്തി അമ്മയും ചേട്ടനും മനസ്സിലാക്കുന്ന ഒരു സമയം വരും, അതുവരെ നീ ചാടിക്കോടി. അങ്ങനെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ആവണി ഇപ്പൊ അമ്മയുടെ മനസ്സിൽ നിന്ന് ഔട്ടായി. ഇനി ഈ വീട്ടിൽ നിന്ന് ഔട്ടാക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. അതിനെന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. അമ്മ എന്തിനാ അമ്മ ഈ പാവ വാണിയമ്മയെ ദ്രോഹിക്കുന്നത്? അച്ഛനോടും മോളോടും ഞാനൊരു കാര്യം പറയാം. നാഴികക്ക് 40 വട്ടം അവരെ സപ്പോർട്ട് ചെയ്ത് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാനൊരു സൈക്കോ ആയി മാറും. ഇനി എന്തോന്ന് മാറാൻ? ഇപ്പൊ സൈക്കോ തന്നെയല്ലേ? പ്രകാശ് ഏട്ടാ, ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ. എന്റെ മോളാണെന്നൊന്നും ഞാൻ നോക്കൂല. നീ എങ്ങനെയോടി എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞേ? ചോറ് എവിടെയും കൂറ എവിടെയും.